ടേസ്റ്റി ഡോട്ട്സ് അർഷി ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ചെറുതായിട്ടൊരു കഞ്ഞിയുടെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് കാണിക്കുന്നില്ല, എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞിയുടെ റെസിപ്പി ഒന്നും ഇടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ പല അരി വെച്ച് നമ്മൾ കഞ്ഞി ഉണ്ടാക്കും. അപ്പോൾ ഇത് കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയരി കഞ്ഞി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കഞ്ഞിയാണ്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളക് ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ യമ്മി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്കിതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇടുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, ഇതിന് മെയിനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 11 മുളക് എടുത്തിട്ടുണ്ട്. 11 മുളകാണ് എടുത്തത്. അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്താൽ ചിലപ്പം എല്ലാം റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇത് നല്ലപോലെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ലൈറ്റ് കളറ് വ്യത്യാസം വന്നാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നല്ലപോലെ കരിയാൻ പാടില്ല. അപ്പോൾ മുളകൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വീർത്ത് വരും ഇത് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നല്ലപോലെ ഫ്രൈ ആവുകയും വേണം. കാരണം നമുക്കെങ്കിൽ മാത്രമേ മുളക് നല്ലപോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ മിക്സിയിൽ നമ്മൾ ചമ്മന്തി പൊടിക്കുന്ന സമയത്ത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ എനിക്കിവിടെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലായിരുന്നു. അപ്പോൾ റെഡ് ഷാലറ്റാണ്. അപ്പോൾ എല്ലാവരും അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ്. അപ്പോൾ അതില്ലാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വലിയൊരു സവാളയാണ് എടുത്തത്. നിങ്ങൾ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 12 13 എണ്ണം എടുക്കാം. ചെറുതൊക്കെ ആണെങ്കിൽ നല്ല തീരെ ചെറുതാണെങ്കിൽ 15 വരെ എടുക്കാം, കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഈ ഒരു എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം മാത്രമേ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ആകുന്ന സമയത്ത് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു ലെമൺ സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വാളംപുളിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചെറുതായിട്ട് പീസായിട്ട് ഇട്ട് കൊടുക്കാം. കുരു ഇല്ലാതെ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് എണ്ണക്കകത്തിട്ടിട്ട് എണ്ണയുടെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരും. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം ഇടാം. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം മുളകൊന്ന് വറുത്തിട്ട് കോരി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഒക്കെ കൂടി ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ മുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി എടുക്കുന്ന സമയത്ത് മുളക് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല, അല്പം ഇട്ടിട്ട് ലാസ്റ്റ് വേണം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറേ ടൈം ഫ്രൈ ചെയ്യണ്ട. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലാസ്റ്റ് ആയാലും ഇട്ടാൽ മതി. ഇത് അപ്പോൾ ഓപ്ഷനിലാണ്, ഇത് ഇടണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്കിതിലേക്ക് ഞാൻ
കൊത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ പീസസ് ആണ്, അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടതല്ല. ഗ്രേറ്റ് ചെയ്ത തേങ്ങയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, ഇതിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നില്ല. അപ്പം ഞാനൊരു 2-3 പീസ് തേങ്ങാ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആദ്യം വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടി ഇടണം എന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറേ മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ നല്ലൊരു കളർ കിട്ടും ചമ്മന്തിക്ക്. അപ്പോൾ നമുക്കതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇത് ഓപ്ഷനിലാണ്, തികച്ചും ഓപ്ഷനിലാണ്, വേണേൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് കംപ്ലീറ്റ് കൂളായതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കൂളാകാൻ മാറ്റി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇത് കംപ്ലീറ്റ് കൂളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. 1-2 തവണ മിക്സ് ചെയ്തിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ തവ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിൽ നിന്നൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല യമ്മി ആയിട്ടുള്ള ചമ്മന്തിയാണ്. പിള്ളേർ ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് സോൾട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പൊടിക്കുമ്പോൾ ആവശ്യമാണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചമ്മന്തി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കഞ്ഞി എങ്ങനെ നോക്കാം. കഞ്ഞി ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ല, നോർമലായിട്ട് അരി കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാലാണ്. അതിപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ ഹാഫ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വാട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല കഞ്ഞിയിൽ സ്പെഷ്യലായിട്ട്. നോർമലി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞിയും ആ ചമ്മന്തിയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.